പറഞ്ഞോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? ഒരു അറിവുണ്ടാകണമെങ്കിൽ അതിന് ഒരു പരിധി നിശ്ചയിക്കണം. ഒരു പരിധി ഇല്ലെങ്കിൽ അറിവ് ഉണ്ടാകുകയില്ല. ഈ പരിധി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും എന്നർത്ഥം. ഒരു പരന്ന ഒരു പ്രതലമാണെങ്കിൽ അത് 2 ഡയമെൻഷനൽ ആണെങ്കിൽ എന്തായിരിക്കണം? അതിന് നീളവും വീതിയും വെച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധി ഉണ്ടാക്കാം. ഒരു സർക്കിൾ വരയ്ക്കുകയോ അല്ലെങ്കിൽ ചതുരം വരയ്ക്കുകയോ ചെയ്താൽ അതിന് പരിധി കിട്ടി. 2 ഡയമെൻഷനിലാണെങ്കിൽ 3 ഡയമെൻഷനിലാണെങ്കിലോ 3 ഡയമെൻഷനിലാണെങ്കിൽ അതിന് ഒരു ചതുരക്കട്ട പോലെ മുറിച്ചെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പ് ആയിക്കോട്ടെ, അതിന് നീളം നമ്മൾ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സർക്കിളിലോ ചതുരമോ പറയണതിന്റെ കാര്യം. വൃത്താകാരത്തിനാണെങ്കിലും ചതുരാകാരത്തിനാണെങ്കിലും അതിന് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് വൃത്തവും ചതുരവും ട്രയാങ്കിളും ഒക്കെ പറയുന്നത്. അല്ലാതെ ഉള്ള ഷേപ്പുകൾക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ വിഷമമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങൾ എടുക്കുക. അതുകൊണ്ട് അതാണ് എന്നർത്ഥമില്ല. ഏത് കാര്യം ഒരു സ്പൂണിൽ എടുക്കുകയാണെങ്കിലും എന്താണ്, അതിനൊരു പരിധി വെച്ചു. പക്ഷെ അതിന്റെ ആകൃതി ആ സ്പൂണിന്റെ ആകൃതിയിലാണെന്നർത്ഥം. പക്ഷെ നമുക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വൃത്തത്തിലെന്നോ ചതുരത്തിലെന്നോ ചതുരക്കട്ടയെന്നോ ഗോളമെന്നോ ഒക്കെ പറയും. മനസ്സിലാണ്ടോ? അപ്പൊ അങ്ങനെ പറയാൻ കാര്യം അത് മാത്രം ഉള്ളത് കൊണ്ടല്ല, അതിനെ മാത്രം ബാധിക്കുന്ന ഒന്നായതുകൊണ്ടല്ല. പക്ഷെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് മാത്രമാണ് എളുപ്പ വഴിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് വൃത്തം, ചതുരം, ഗോളം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കണം. എന്നാൽ ഇതിൽ കൂടി നമ്മൾ കാര്യങ്ങളേക്ക് മനസ്സിലാക്കി വരുമ്പോൾ ഇതിന്റെ പരിധിയൊക്കെ വിട്ട് എല്ലാത്തിലേക്കും പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന സമയത്ത് ഈ ഗോളം എന്ന് പറയുമ്പോൾ അത് മാത്രമാകുന്ന അവസരവും വരും. ഇതിനെയൊക്കെ സ്വന്തം ബുദ്ധി, ഇപ്പൊ ഗോളാകൃതി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അത് പിന്നെ നമ്മൾ ആ ഗോളാകൃതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിന് ഒരു പാരമാർത്ഥികത വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിപ്പോ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും. നമ്മൾ ആദ്യം പറയുമ്പോഴെല്ലാം ഉദാഹരണങ്ങൾ എന്ന് കണക്കാക്കിയിട്ട് എല്ലാത്തിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഷേപ്പുകൾ എടുത്തെടുത്ത് വന്നു വരുമ്പോഴാണ് അവസാനം നമുക്ക് ഗോളാകൃതിക്ക് വലിയ പ്രാധാന്യം വരുന്നത്. മനസ്സിലാവുണ്ട്? ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പൊ നമുക്ക് ഒരു പരിധി നിർണയിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു കടലാസ് എടുക്കാൻ പറഞ്ഞാൽ കടലാസ് ഒന്നെങ്കിൽ ചതുരത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ആകൃതിയിലോ വെട്ടി എടുത്താലേ കടലാസ് എടുക്കാൻ പറ്റുള്ളൂ. കടലാസ് എടുക്കാൻ വെട്ടിയെടുക്കണേ എന്താണ് എന്നിപ്പോ നിങ്ങൾ ചോദിച്ചാൽ, വെട്ടിയ കടലാസുകളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് കടലാസ് നമുക്ക് വീണ്ടും വെട്ടണ്ടാതെ വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്യാൻവാസ് മേടിച്ചു പടം വരയ്ക്കാൻ, അത് റോളായിട്ടാണ് മേടിക്കണം. 5 മീറ്റർ 10 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് റോളായിട്ട് ഇങ്ങോട്ട് കിട്ടും. എന്നാലും അത് നമ്മൾ ആ റോളായിട്ട് നീട്ടി കിട്ടിയാലും എങ്ങനെയാണ്, അതപ്പം തന്നെ അത്രയും നീളത്തിലും വീതിക്കും കട്ട് ചെയ്തതാണത്. അല്ലാതെ നമുക്ക് എടുത്തുകൊണ്ടിരാൻ പറ്റില്ല. ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വിധത്തിലുള്ള ഒരു ക്യാൻവാസ് അത് നമുക്ക് എടുക്കാൻ പറ്റുകയില്ല, നമുക്ക് കാണാനും പറ്റുകയില്ല. അപ്പോൾ നിറഞ്ഞിരിക്കുന്ന ഒന്നിനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ആ ക്യാൻവാസിനെ ഉപയോഗിക്കണമെങ്കിൽ ആ ക്യാൻവാസ് നമ്മൾ അതിനൊരു ബൗണ്ടറി വെച്ച് മുറിച്ചെടുക്കണം. നമുക്ക് എത്ര വലുതായിട്ടുള്ള ക്യാൻവാസ് കിട്ടിയാലും വാസ്തവത്തിൽ അത് മുറിച്ചെടുക്കുക. പിന്നെ എന്താ, കൊണ്ടുവന്നിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മുറിച്ചെടുക്കും. പടങ്ങൾ ഏത് സൈസിലുള്ള ചിത്രങ്ങളാണ് വരയ്ക്കേണ്ടത് എന്നനുസരിച്ചിട്ട്.
അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ വിദേശത്തുനിന്ന് കുറെ അരി ഇങ്ങോട്ട് ഇറക്കി, അത് കപ്പലിലാണ് വരുന്നത്. അപ്പൊ അത്രയും അരി അവിടുന്ന് മുറിച്ചെടുത്ത്, അത്രയും ക്വാണ്ടിറ്റി അരി അവിടുന്ന് മുറിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ആയിട്ട് ബന്ധം വിക്ഷേപിച്ചു. ഒരു കണ്ടെയ്നറിനകത്ത് നിറച്ച് കൊണ്ടുവരികയാണ്. അതിവിടെ കൊണ്ടുവന്നിട്ട് പിന്നെയും മുറിച്ച് പല ലോറികളിലാക്കി ആണ് ഗോഡൌണിൽ കൊണ്ടെത്തിക്കുമ്പോൾ ഇവിടെ മുറിച്ചത് അവിടെ ജോയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് ലോറികൾ മുറിച്ച് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവരും. അവിടെ ചെറിയ ചെറിയ വണ്ടികളിലാക്കി റേഷൻ കടകളിൽ എത്തിക്കും. റേഷൻ കടകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ യൂണിറ്റ് എത്രയാണോ ഓരോരുത്തർക്ക് കൊടുക്കേണ്ടത് അത്രയും യൂണിറ്റുകൾക്കനുസരിച്ച് മുറിച്ച് കൊടുക്കും. അതിവിടെ കൊണ്ടുവന്നിട്ടോ ആഹാരം പാകം ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെയുള്ളവർക്ക് ഓരോ പ്ലേറ്റിലേക്ക് മുറിച്ച് വിളമ്പിക്കൊടുക്കും. അത് കഴിഞ്ഞ് വിളമ്പിക്കൊടുത്തതോ നമ്മൾ ഓരോ ഉരുളയായിട്ട് മുറിച്ച് വായിലേക്കിട്ട് ചവയ്ക്കും. ചവച്ച് കഴിഞ്ഞിട്ടോ അത് ഓരോ പാർട്ടായിട്ട് ഇറക്കി കൊടുക്കും. എള്ളിയും ഉണ്ടയോടെ അതുപോലെ അങ്ങോട്ട് വിഴുങ്ങാൻ നമുക്ക് പറ്റില്ല. ചവച്ചിട്ട് മൊത്തമായിട്ടല്ല വിഴുങ്ങണത്, കുറേശ്ശെ വിഴുങ്ങും. അതിൻ്റെ കൂടെ നമ്മുടെ ഉമിനീരും ചേർത്ത് കുറേശ്ശെ വിഴുങ്ങും. അപ്പോൾ എങ്ങനെയാണോ ഇത് വരുന്നത്, ഭാഗിക്കൽ ഇങ്ങനെ വളരെ സ്ഥലങ്ങളിൽ ഭാഗിക്കൽ നടക്കും. എന്ത് പ്രവർത്തനം, എന്ത് അനുഭവം ഉണ്ടാകണമെങ്കിലും അതിനാദ്യമായിട്ട് വേണ്ടത് ഭാഗം ചെയ്യലാണ്. ഭാഗം ചെയ്യാതെ ആ ഭാഗം ചെയ്യലിനെ നമ്മൾ വേറൊരു വിധത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഉദാഹരണം, കടയിൽ ചെന്നൊരു ചായ കൊണ്ടുവരാൻ പറഞ്ഞാൽ ചായയെ കുറേ പേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഭാഗം ചെയ്ത് ഗ്ലാസുകളിലായിട്ട്, ആ ഗ്ലാസുകളിൽ ഭാഗം ചെയ്തിട്ടാണ് ഓരോരുത്തരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. അവരവരുടെ വായ്ക്കകത്തേക്ക് ഭാഗം ചെയ്ത് എടുത്തെടുത്ത് കഴിക്കും. ഈ പാത്രമില്ലാതെ അടുപ്പത്ത് തിളപ്പിക്കാൻ വെക്കാൻ പറ്റില്ല. തിളപ്പിച്ച് ചായയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഗ്ലാസുകളിലേക്ക് വീണ്ടും ഭാഗം ചെയ്യാതെ പറ്റുകയില്ല. അപ്പോൾ ഈ ഭാഗം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പാത്രത്തിലാക്കുക. പാത്രമില്ലാതെ എന്ന് പറഞ്ഞാൽ അത് ഒരു കണ്ടെയ്നർ ഇല്ലാതെ ഒന്നിനെയും നമുക്ക് കണ്ടെയ്നർ ഇല്ലാതെ സ്വീകരിക്കാൻ പറ്റുകയില്ല. നമുക്ക് സ്വീകരിക്കേണ്ട വസ്തു കണ്ടെയ്നർ അല്ല, പക്ഷെ ആ കണ്ടെയ്നർ എന്ന് വെച്ചാൽ പാത്രം ഇല്ലാതെ നമുക്ക് ഒന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല. മനസ്സിലാകണ്ടോ? എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിശാലം അനന്തമായിട്ടിരിക്കുന്നതിന് അതിനെ അനുഭവതലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അക്കാരണം കൊണ്ടാണ് ബ്രഹ്മത്തിന് അനുഭവമില്ല. എന്താ കാര്യം? അത് അനന്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അനന്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്നതിനെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഇല്ല ഇവിടെ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അനന്തമായിട്ട് നമ്മളും ബ്രഹ്മവും വേറെയൊന്നുമല്ല. നമ്മൾ എങ്ങനെയാണ് ബ്രഹ്മത്തിനകത്ത് നമ്മളുടെ സ്ഥാനമെന്ന് മനസ്സിലാക്കാം. ബ്രഹ്മം അനന്തമായിട്ടിരിക്കുമ്പോൾ അവിടെ വേറൊന്നുമില്ല. ബ്രഹ്മത്തിന് പക്ഷേ ഉണ്ട് എന്നൊരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ബ്രഹ്മം. പക്ഷേ ഉണ്ട് എന്നറിയാൻ ബ്രഹ്മത്തിന് പറ്റാത്തത് മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്താൻ അവിടെ ഒരു ഇല്ലായ്മ ഇല്ല. ബ്രഹ്മത്തെ സംബന്ധിച്ച് ഒരു ഇല്ലായ്മ ഇല്ല. ഇല്ലായ്മയുണ്ടെങ്കിൽ അവിടെ ബ്രഹ്മം എത്തുന്നില്ല. ബ്രഹ്മം സർവവ്യാപിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇല്ലായ്മയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രഹ്മം അല്ലാണ്ടായി പോകും. അപ്പൊ ബ്രഹ്മത്തെ സംബന്ധിച്ച് ഇല്ലായ്മയാണ് ഇല്ലാത്തത്. മനസ്സിലാണ്ട? എന്താ വെച്ചാൽ അത് ഉള്ളതാണ്. എങ്ങനെയുള്ളത്? പൂർണ്ണമായിട്ടുള്ളത്. ആ ഇല്ലായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ട് എന്ന് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മത്തിന് ഉണ്ട് എന്ന് അനുഭവിക്കാൻ പറ്റില്ല, പക്ഷെ ഉള്ളത് അതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മധുരത്തിന് മധുരം ഉണ്ടെന്നറിയാൻ പറ്റില്ല. പുറത്തു നിന്ന് ഒരു അവസ്ഥയ്ക്ക് മാത്രമേ, പല അവസ്ഥകളുണ്ടെങ്കിൽ
ഒരവസ്ഥയിൽ മധുരമുണ്ടെന്നും ഒരവസ്ഥയിൽ മധുരമില്ലെന്നും മറ്റൊരവസ്ഥയ്ക്കാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞതുപോലെ ഇല്ല എന്ന ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കണ്ണാടി അല്ലെങ്കിൽ ഒരു ബൗണ്ടറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മത്തിന് ഉണ്ട് എന്നറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉണ്ട് എന്നതിനെ അനുഭവിക്കാനായിട്ട് ഇല്ല എന്നതിനെ ആരോപിക്കേണ്ടി വരും. ഇല്ല എന്ന് ആരോപിച്ചാലേ ഉള്ളതിനെ കാണാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ പകുതിയാക്കണം, എന്നാലേ ആ പകുതിയിൽ ഈ പകുതി ആരോപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ പകുതിയാക്കും? അങ്ങനെയാണ് ബ്രഹ്മത്തിനെ ബ്രഹ്മം തന്നെ ഇല്ലെന്നും ഉണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് ഒരു ആരോപം നടത്തിയത് ബ്രഹ്മം സ്വയം. ബ്രഹ്മം എന്താണ്? അറിവ്. അറിവ് എന്നുള്ളതിനെ അറിയാൻ പറ്റുകയില്ല അറിവുണ്ടെന്ന്, എന്നുവെച്ചാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ അറിവ് എന്ത് ചെയ്യും? നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായി ശ്രീനാരായണ ഗുരുവിന്റെ വരികളിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇഷ്ടംപോലെ വായിച്ചങ്ങനെ ഒരു ശീലം വന്നിട്ടുള്ള വരികൾ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഓർമ്മ വരുമല്ലോ എന്ന് വിചാരിച്ച, അറിവ് നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായി ആണ് എന്ത് ചെയ്യണത്? ധരമുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാതസമം തിരഞ്ഞിടുന്നു. വട്ടം തിരിയും അലാതസമം. അലാതെന്ന് തീക്കൊള്ളി. തീക്കൊള്ളി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് എങ്ങനെയാണ്? അത് ഒരു വലയമായിട്ട് കാണും, ഇല്ലേ? എത്ര തീക്കൊള്ളി ഉണ്ട് അവിടെ? അത് തീക്കൊള്ളി ഒന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി ആ അലാതം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അവിടെ ഒരു വലയമുള്ളതായിട്ട് തോന്നും എല്ലായിടത്തും. അപ്പൊ വലയം ഉണ്ടാകണ എങ്ങനെയാണ്? അനേകായിരം തീക്കൊള്ളികൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വലയം പോലെ. മുഴുവൻ തീയാണ് ചിലയിടത്തൊക്കെ. അത് എല്ലാ സ്ഥലത്ത് തൊട്ടാലും അതിൽ ആ തീയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ടാണ് ഇങ്ങനെ പോകുന്നതേ. എപ്പോഴും നമ്മൾ തൊട്ട് കൈയെടുക്കുകയും മാറ്റുകയും ചെയ്യണതിന് മുമ്പ് തന്നെ അവിടെ പല പ്രാവശ്യം കറങ്ങി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും എല്ലായിടത്തും എത്തുന്ന ഒരു സ്പീഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഒരു വലയം എന്ന നിലയ്ക്ക് വർത്തിക്കാൻ കഴിയുന്നു. എന്നുവെച്ചാൽ ഒരു തീക്കൊള്ളി അത് കോടാനുകോടി തീക്കൊള്ളികൾ ആയിട്ട് ഒരേ സമയം വർത്തിക്കാൻ കഴിയും. എവിടെ തൊട്ടാലും കത്തിക്കാം നമുക്ക്. മനസ്സിലാണ്ട? അതിന്റെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാള്, അതിന്റെ പുറമെ ഈ കൊള്ളി കറങ്ങണതിന്റെ സ്പീഡിൽ ഒപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് എത്ര തീക്കൊള്ളി കാണാൻ കഴിയും? ഒരൊറ്റ തീക്കൊള്ളിയെ കാണാൻ കഴിയുള്ളൂ. അയാൾ അവിടുന്ന് കത്തിച്ചോ സിഗരറ്റ് കത്തിക്കോ എന്ത് വേണമെങ്കിൽ ചെയ്യാം, മെഴുകുതിരി വേറെ എണ്ണം കത്തിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അയാളെ സംബന്ധിച്ച് അയാൾ ഒന്നേ കാണുകയുള്ളൂ. പുറത്തു നിൽക്കുന്ന ആളിനെ സംബന്ധിച്ചൊരു വലയമാണ് കാണുന്നത്. മനസ്സിലാണ്ടോ? ഈ കൊള്ളിയുടെ കൂട്ടത്തിൽ സഞ്ചരിക്കുക. അല്ലെങ്കിൽ ഈ കത്തുന്ന പന്തത്തിന്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരു ഈച്ച എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ജീവി, എന്തെങ്കിലും ജീവി, അതിന്റെ പിടിയേല് ഇരിക്കുന്ന ഒരു ഈച്ച അതിന്റെ കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിന് ആ പന്തം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ പുറത്തു നിൽക്കുന്നയാളിന് ഈ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലയം കാണും. ആ പന്തത്തിലിരിക്കുന്നയാളിന് ആ പന്തം മാത്രം കാണും. അപ്പോൾ ഒരേ സാധനത്തെ രണ്ട് അവസ്ഥയിൽ കാണുമ്പോൾ ഒരു ബന്ധവുമില്ലാത്ത രണ്ടവസ്ഥയായിട്ടാണ് മനസ്സിലാക്കുക. നമ്മൾ തീവണ്ടിയിലോ ബസ്സിലോ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പുറത്തു നിൽക്കുന്ന വൃക്ഷങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഓടുന്നതായിട്ട് മനസ്സിലാകും. നമ്മൾ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ആരോപം അനുസരിച്ചിട്ടാണ് കാഴ്ചയ്ക്ക് വ്യത്യാസം വരുന്നത്. ബ്രഹ്മം എന്താരോപിച്ചു? സ്വയം അറിയുന്നതിനായിട്ട് അറിവിനെ
ഉണ്ടെന്നും ഇല്ലെന്നും അത് നമ്മൾക്ക് സാധാരണക്കാരനും മനസ്സിലാകാനാണ് ഉണ്ട് ഇല്ല എന്ന് മുറ മാറി ചിന്തിച്ചതെന്ന് പറഞ്ഞത്. ചിന്തിക്കല്ല, ആരോപിച്ചു ഉണ്ടെന്നും ഇല്ലെന്നും. അതെന്താണ്? അനുഭവ തലത്തിൽ അതേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ബ്രഹ്മം ആരോപിച്ചത് എന്താണ്? ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല എന്നൊരവസ്ഥ ബ്രഹ്മത്തിനും പരിചയമില്ല. എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ട് എന്നുള്ളതിനെ ആരോപിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ട് മാറി. ഉണ്ട് എന്ന് ആരോപിച്ചപ്പോൾ ഉണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ട് മാറി. അപ്പോൾ എന്ത് പറ്റി? ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ട് എന്നുകൂടി വന്നു. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് വന്നു. പക്ഷേ അപ്പോൾ എന്തു പറ്റി? ബ്രഹ്മം അല്ലാണ്ടായി. അതിനെ നമ്മൾ എന്തു പറയും? പരമാത്മാവ് ആയി മാറി. ബ്രഹ്മം എന്തായി മാറി? പരമാത്മാവായി മാറി. എന്ന് പറഞ്ഞാൽ അനന്തവിശാലമായിട്ട് ഉണ്ട് എന്നൊരു ബോധം ആണ് അപ്പോൾ ആയത്. ബാക്കി അതിന്റെ തുടർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഇന്നത് നന്ദി.